ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വെച്ച് വഴിതെറ്റി അലയുകയായിരുന്ന വയോധികയ്ക്ക് തുണയായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ. ബുധനാഴ്ച വൈകിട്ട് ഔദ്യോഗിക യാത്രയിലായിരുന്ന ചെയർപേഴ്സൺ വയോധികയെ കണ്ട വിവരമറിഞ്ഞ് വാഹനം നിർത്തി നേരിട്ടെത്തുകയായിരുന്നു. ഓർമ്മക്കുറവ് കാരണം വീടിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയാതിരുന്ന ദേവയാനി എന്ന വയോധികയ്ക്ക് ആശ്വാസമായി 2 മണിക്കൂറോളം ചെയർപേഴ്സൺ ഒപ്പം നിന്നു. ബുധനാഴ്ച വൈകിട്ട് കാഞ്ഞിരക്കോട് കവലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണുകളിൽ ഭയവുമായി നിൽക്കുകയായിരുന്നു ദേവയാനിയമ്മ. ഓർമ്മക്കുറവ് കാരണം സ്വന്തം മക്കളെയും വീടും തെരഞ്ഞ് അവർ ആകെ തളർന്നിരുന്നു. കണ്ടുനിന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ അരികിലെത്തി വിവരങ്ങൾ തിരക്കിയെങ്കിലും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത്. ഇതേസമയം ഔദ്യോഗികമായ യാത്രയിലായിരുന്ന വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഈ കാഴ്ച കണ്ട് ഉടൻ തന്നെ തൻ്റെ വാഹനം നിർത്തി അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു. ദേവയാനി എന്ന് തൻ്റെ പേര് ഓർത്തെടുത്ത് പറഞ്ഞ അമ്മയോട് വീട് എവിടെയാണെന്ന് സ്നേഹത്തോടെ ചോദിച്ചുവെങ്കിലും അവർ കടുത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരിക്കൽ വീട് ഒറ്റപ്പാലത്താണെന്ന് പറഞ്ഞ അമ്മ തൊട്ടടുത്ത നിമിഷം അത് മാറ്റി ചേലക്കരയിലാണെന്ന് തിരുത്തി. ഒറ്റപ്പാലത്ത് എവിടെയാ വീട്? ആരുള്ളത് വീട്ടില്? ചേച്ചി എപ്പോഴാ പോകുന്ന? അവരുടെ ഫോൺ നമ്പർ എങ്ങാനും ഉണ്ടോ? വീട്ടിലത്തെ ആൾക്കാരുടെ ഫോൺ നമ്പർ ഉണ്ടോ? അതെയാ, ഫോൺ നമ്പർ ഒന്നും കിട്ടാനില്ല. എവിടെ വീട്? വീട് എവിടെ? ചേലക്കര. ഒറ്റപ്പാലാണോ ചേലക്കരയാണോ? അതാ പറഞ്ഞു ഇത് മറിയണേ. വീട്. നേരം ഇരുട്ടി വരുമ്പോഴും ആ അമ്മയെ വഴിയിൽ തനിച്ചാക്കി പോകാൻ ചെയർപേഴ്സണോ അവിടെയുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾക്കോ തോന്നിയില്ല. ഉടനെ തന്നെ ചെയർപേഴ്സൺ പോലീസിൽ വിവരമറിയിക്കുകയും അമ്മയുടെ ഒരു ചിത്രം പകർത്തി നാട്ടിലെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അടിയന്തര സന്ദേശമായി അയക്കുകയും ചെയ്തു. തുടർന്ന് തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ അമ്മയ്ക്ക് ആശ്വാസമേകി. അവർക്ക് കാവലായി 2 മണിക്കൂറോളമാണ് ചെയർപേഴ്സണും ഓട്ടോ ചേട്ടന്മാരും ഒപ്പം നിന്നത്. ആ കാത്തിരിപ്പ് വെറുതെയായില്ല. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മകനെത്തി. അമ്മയെ മകനൊപ്പം സുരക്ഷിതമായി യാത്രയാക്കിയ ശേഷമാണ് ചെയർപേഴ്സണും നാട്ടുകാരും അവിടെ നിന്നും മടങ്ങിയത്. ഇന്നത്തെ കാലം നിങ്ങൾക്ക് നല്ല അറിയാലോ. ഇനി നാളെ കാണിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകൂട്ടാ. ഉള്ള കാര്യം പറഞ്ഞുതരാം. കാരണം അമ്മയ്ക്ക് മകന്റെ പേരറിയില്ല, മകന്റെ ഫോൺ നമ്പർ അറിയില്ല. മുഖാരിക്കൊന്ന് ആശുപത്രി മാത്രം അറിയാം. തൃശ്ശൂര് പോയി ഓർമ്മയില്ലാത്ത വഴിയിൽ ഒരമ്മയ്ക്ക് സ്നേഹത്തിന്റെ തണലൊരുക്കിയ ചെയർപേഴ്സണും ഓട്ടോ തൊഴിലാളികളുടെയും ഈ കാരുണ്യം വടക്കാഞ്ചേരിയുടെ മനസ്സ് നിറയ്ക്കുകയാണ്. You are watching VCV News.